ഇന്നത്തെ വീക്കെൻഡ് നമ്മൾ സ്പെൻഡ് ചെയ്യണത് പൂമല ഹൈറ്റ്സ് റിസോർട്ടിലാണ്. തൃശ്ശൂരിൽ നിന്ന് ജസ്റ്റ് ഒരു 40 മിനിറ്റ്സോളം. എൻ്റെ വീട് പനമുക്കാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 40 മിനിറ്റ്സോളൂ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് ഡെസ്റ്റിനേഷനോട്ട് പോകാനുള്ള അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ചൂസ് ചെയ്തതാണ് ഈ റിസോർട്ട്. തൊട്ടടുത്താണ്. കുറച്ച് ഏജ് ആയവർക്ക് ഈ ഫാസ്റ്റ് ഫുഡിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഓപ്പൺ കിച്ചൺ സെറ്റപ്പും ഇവരുടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ കൊച്ചുങ്ങൾക്ക് കുറുക്ക് ഉണ്ടാക്കാനും ഈവൻ ചെറുതായിട്ടൊരു സ്നാക്സ് എന്തെങ്കിലും നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ഓർഗാനിക് സെറ്റപ്പ് ഇവിടെ പോസിബിളാണ്. അപ്പോൾ നമ്മളൊരു 3:30 ആയപ്പോൾ റിസോർട്ടിലെത്തി. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട് പുറത്ത്, അതുകൊണ്ട് ഇതിനകത്ത് AC-യും ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കൂളാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ലിയോറക്കി കുറുക്കുണ്ടാക്കി വേണമെന്നുണ്ടേ. അപ്പോൾ ലിയോറനെ ഫീഡ് ചെയ്തു. ഇത് ഞാനൊരു ഷേപ്പിലാണ് ഇവർ പണിത് വെച്ചേക്കുന്നത്. താഴെ ഒരു ബെഡുണ്ട്, മുകളിലൊരു ബെഡുണ്ട്. അപ്പോൾ നമുക്ക് 2 ഫാമിലി ഓൾറെഡി സെറ്റാണ്. ഇനി ഡാഡിക്കും നമ്മുടെ ജസ്റ്റിനും വേണ്ടിയിട്ട് അപ്പുറത്തൊരു ഫ്രെയിം കൂടി ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. മുകളിലും താഴെയും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പൂൾ അത് ഓൾമോസ്റ്റ് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള ഒരു വ്യൂവും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ സ്റ്റേ ചെയ്തത് ഈ കാണുന്ന എയർ സ്ട്രക്ചർ ബിൽഡിങ്ങിലാണ്. അതിൽ പ്രധാനമായിട്ടും 2 ഫാമിലിക്ക് സ്റ്റേ ചെയ്യാം. മുകളിലും താഴെയും ബെഡ്സ് അവൈലബിൾ ആണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പൂമല റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റിസോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പല റിസോർട്ടുകളിൽ പോണ പോലെയല്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കും, ഈ ടോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളും ഇവിടെ നോക്കിയാൽ കാണാം. നമുക്ക് ഈ വ്യൂസ് നോക്കിയാൽ ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നൈസായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 6 ബെഡ്റൂംസ് ഉള്ള ബാൽക്കണി ഉള്ള ഒരു കോട്ടേജ് ബെഡ്റൂംസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ, അത്യാവശ്യം കസിൻസും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഈ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാവർക്കും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനും പറ്റും. ഈ ബാൽക്കണി വ്യൂ കൊള്ളാം. ഈവൻ കോട്ടേജ് ബിൽഡിങ്ങും വേറൊരു ഫീലാണെങ്കിൽ ഇത് വേറൊരു വൈബാണ് അല്ലേ. ഈ വ്യൂസും കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. അത്യാവശ്യം സ്പേഷ്യസും ആണ്, ക്ലീനാണ്, നല്ല കാറ്റും ഉണ്ട്, വെളിച്ചവും ഉണ്ട്. നല്ലൊരു വ്യൂ ആയിട്ട് തോന്നി. നമ്മുടെ ട്രിപ്പ് അടിപൊളിയാവാനായിട്ട് സ്ഥലവും അതുപോലെ തന്നെ കൂടെ ഉള്ളവരും അടിപൊളിയായിരിക്കണം. അപ്പോൾ ഇത്തവണ ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ ഫാമിലി ടൈം, ഒരു ക്വാളിറ്റി ടൈം എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ പ്ലേസ് വിസിറ്റ് ചെയ്യണം, എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.